കേരള ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന്റെ മൂന്നാം അലോട്ട്മെന്റ് ഇത് മുഖ്യഘട്ടത്തിലെ അവസാനത്തെ അലോട്ട്മെന്റ് ആണ്. കയ്യിലുള്ള ഈ ഔദ്യോഗിക അറിയിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ സാഹചര്യം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. നമുക്ക് ഇതൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ അഡ്മിഷൻ സ്റ്റാറ്റസ് അനുസരിച്ച് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ആരാണ് ഈ മൂന്നാം അലോട്ട്മെന്റ് റിസൾട്ട് നിർബന്ധമായും പോയി ചെക്ക് ചെയ്യേണ്ടത്? പ്രധാനമായും രണ്ടു കൂട്ടരാണ്. ഒന്ന്, ഇപ്പോൾ ടെമ്പററി അഡ്മിഷനിൽ, അതായത് താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്ന നിങ്ങൾ. പിന്നെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് കിട്ടാത്തവർ. ഈ രണ്ടു കൂട്ടരും നിർബന്ധമായും അഡ്മിഷൻ പോർട്ടലിൽ കാൻഡിഡേറ്റ് ലോഗിൻ വഴി കയറി സ്റ്റാറ്റസ് എന്താണെന്ന് ഉറപ്പാക്കും. അത് മിസ് ആക്കാൻ പാടില്ല, ഒട്ടും പാടില്ല. കാരണം മുഖ്യഘട്ടത്തിലെ അവസാന റൗണ്ടാണ്. ഇത് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവസരം തന്നെ നഷ്ടപ്പെട്ടേക്കാം. താൽക്കാലിക പ്രവേശനത്തിൽ നിൽക്കുന്നവരുടെ കാര്യം നമുക്ക് ആദ്യം എടുക്കാം. അവർക്ക് ഇപ്പോൾ ഒരു പുതിയ മെച്ചപ്പെട്ട ഓപ്ഷൻ കിട്ടി എന്ന് കരുതുക, അതായത് ഹയർ ഓപ്ഷൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഹയർ ഓപ്ഷൻ, അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരെണ്ണം ഈ മൂന്നാം അലോട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ നിർബന്ധമായും ആ പുതിയ സ്കൂളിലോ കോഴ്സിലോ ഫീസ് അടച്ച സ്ഥിരപ്രവേശനം പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. സ്ഥിരപ്രവേശനമാണ്. അതേ സ്കൂൾ മാറിയിട്ടുണ്ടെങ്കിൽ പഴയ സ്കൂളിൽ കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ തിരികെ വാങ്ങി ഈ പുതിയ സ്കൂളിൽ കൊടുക്കണം. കാര്യം പ്രത്യേകം ഓർക്കണം, ഹയർ ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ പഴയതിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. പുതിയതിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയേ വഴിയുള്ളൂ. താൽക്കാലിക പ്രവേശനത്തിൽ ഉള്ളവർക്ക് മൂന്നാം അലോട്ട്മെന്റിലും മാറ്റമൊന്നുമില്ല, അതേ സ്കൂളും കോഴ്സും തന്നെ. അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം? പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയ, നിങ്ങൾ ടെമ്പററി അഡ്മിഷനിൽ ആണെങ്കിൽ പോലും ഈ മൂന്നാം അലോട്ട്മെന്റിലും അതേ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും നിർബന്ധമായും അവിടെ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. മൂന്നാം അലോട്ട്മെന്റ് ശേഷം താൽക്കാലികമായി തുടരാൻ പറ്റില്ല, കാരണം ഈ മുഖ്യ അലോട്ട്മെന്റ് പ്രോസസ് ഇവിടെ തീരുകയാണ്. താൽക്കാലിക പ്രവേശനം എന്നത് ഹയർ ഓപ്ഷൻ വേണ്ടി കാത്തിരിക്കാനുള്ളതായിരുന്നു. ആ ഘട്ടം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും സീറ്റ് ഉറപ്പിക്കണം. അതുകൊണ്ട് ഈ സ്റ്റേജിൽ സ്ഥിരപ്രവേശനം എടുത്തില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെന്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ സ്ഥിരപ്രവേശനം നേടേണ്ടതിന് പ്രാധാന്യം അത് വളരെ വലുതാണ്. കാരണം ടെമ്പററി എന്ന ഓപ്ഷൻ ഇനി മുന്നോട്ടില്ല. ഒന്നാം അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ രണ്ടിലോ, അതു അല്ലെങ്കിൽ ഇപ്പോ മൂന്നാം അലോട്ട്മെന്റിലോ ഒക്കെ സ്ഥിരപ്രവേശനം എടുത്തു. പക്ഷേ കിട്ടിയ സ്കൂളോ കോഴ്സോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് കാത്തിരിക്കണം. ഓക്കെ, ഈ മുഖ്യ അലോട്ട്മെന്റുകൾ ഒക്കെ കഴിഞ്ഞ് പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളുകളിലും കോഴ്സുകളിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറ്റത്തിന് അപേക്ഷിക്കാൻ ഒരു അവസരം വരും. നോട്ടിഫിക്കേഷൻ പിന്നീട് വെബ്സൈറ്റിൽ വരും. പക്ഷേ ഒഴിവുണ്ടെങ്കിൽ മാത്രം. അപേക്ഷയൊക്കെ കൊടുത്തിട്ടും ഈ മൂന്ന് അലോട്ട്മെന്റിലും ഒരിടത്തും കിട്ടാത്ത കുട്ടികൾ ഉണ്ടാകും. അവരുടെ കാര്യം എന്താണ്? വിഷമിക്കേണ്ട കാര്യമില്ല, അവർക്കായിട്ടാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത്. വരുന്ന സീറ്റുകളിലേക്ക് നടത്തുന്ന പ്രവേശനമാണിത്. അതെന്താ ചെയ്യേണ്ടത്? അതിനായിട്ട് നിലവിൽ കൊടുത്ത അപേക്ഷ പുതുക്കണം. ചിലപ്പോൾ പുതിയ ഓപ്ഷനുകൾ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊടുത്ത ഓപ്ഷനുകളുടെ ക്രമം മാറ്റേണ്ടിവരും. ഒഴിവുകൾ എവിടെയൊക്കെ വരുന്നു എന്ന് നോക്കി കുറച്ചുകൂടി ശ്രദ്ധിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ഓപ്ഷനുകൾ കൊടുത്ത് വീണ്ടും അപേക്ഷിക്കണം. പഴയ അപേക്ഷ വെച്ച് പറ്റില്ല, പുതുക്കണം. പുതുക്കി നൽകണം. അതിന്റെ തീയതിയും മറ്റു വിവരങ്ങളും ഉടനെ പോർട്ടലിൽ വരും. ആദ്യത്തെ ഒന്നാം അലോട്ട്മെന്റിലോ രണ്ടാം അലോട്ട്മെന്റിലോ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായി ഫീസ് ഒക്കെ അടച്ച് സ്ഥിരപ്രവേശം നേരത്തെ തന്നെ ഉറപ്പാക്കിയവരുണ്ട്. അവർ ഈ മൂന്നാം അലോട്ട്മെന്റിന്റെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് അതോർത്ത് ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ അഡ്മിഷൻ ഓൾറെഡി പെർമനന്റ് ആണ്, ഉറപ്പായി കഴിഞ്ഞു. അവർക്ക് ഇനി എന്തെങ്കിലും മാറ്റം, അതായത് സ്ലോ കോഴ്സോ മാറണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സപ്ലിമെന്ററി ഘട്ടം ഒക്കെ കഴിഞ്ഞുവരുന്ന ട്രാൻസ്ഫർ അവസരത്തിനായി കാത്തിരിക്കുകയേ വഴിയുള്ളൂ. ശ്രദ്ധയോടെ ചെയ്യുക. സ്റ്റാറ്റസ് എന്തായാലും പരിശോധിക്കണം. ആവശ്യമെങ്കിൽ കറക്റ്റ് സമയത്ത് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. കിട്ടാത്തവർ സപ്ലിമെന്ററി കൊടുക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഉടൻ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പാക്കുക.